ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡൈനിങ് ഏരിയയിൽ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ ചെയ്യാറുണ്ട്. കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ നോർമൽ ലെവലിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പാണ്. അതായത് ഒരു കബോർഡ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു വാഷ് ബേസും വരും. അതിൻ്റെ സൈഡുകളിലായിട്ട് അതിൻ്റെ കണ്ണാടി കാര്യങ്ങളൊക്കെ വയ്ക്കാൻ, അതായത് മിറർ ലാമ്പ് വിത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കബോർഡ് സിസ്റ്റത്തിലാണ് നമ്മുടെ കോമൺ വാഷ് ബേസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കബോർഡിൻ്റെ അത് മൾട്ടിവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് യൂസ് ചെയ്തതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളും വാഷ് ബേസിൻ്റെ ഏരിയ ആയതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലാണെങ്കിൽ കുത്തി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ് നനഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൾട്ടിവുഡ് ആകുമ്പോൾ PVC മെറ്റീരിയൽ ആയതുകൊണ്ട് യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മൾട്ടിവുഡാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗ്രാനൈറ്റ് തുളച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന വാഷ് ബേസിൻ വെക്കുന്നത്. അതായത് ഗ്രാനൈറ്റിൻ്റെ മുകളിലായിട്ട്, ഇത് ഗ്രാനൈറ്റ് ലെവൽ വരും, അതിൻ്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റിൻ്റെ മുകളിലായിട്ടാണ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാഷ് ബേസിൻ മൊത്തം പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ് ചെയ്യുക. അതിൽ തന്നെയാണ് ഗ്രാനൈറ്റിലാണ് ടാപ്പും ഉറപ്പിക്കുന്നത്. അത് പിന്നെ വരുന്ന ഏരിയ നമ്മുടെ കണ്ണാടി വയ്ക്കുന്ന ഏരിയ കാണുന്നത്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ, ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ വളരെ ലോയിൽ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് വീട് പണിയുന്ന സമയത്തൊന്ന് ഐഡിയപരമായിട്ടൊന്ന് ഡിസൈൻ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയയിലാണെങ്കിലും മൾട്ടിവുഡ് തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഈ പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്, അതായത് മിറർ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് LED സ്ട്രിപ്പോ പ്രൊഫൈൽ LED കൊടുക്കാവുന്ന രീതിയിൽ ഒരു പോയിൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു 6 വാട്ട്സിൻ്റെ ഒരു റൗണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലൈറ്റുകളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമുക്ക് മെയിനായിട്ട് വരുന്ന ലൈറ്റ്സും അതിൻ്റെ സ്വിച്ച് ബോർഡ് സൈഡിൽ കൊടുത്തേക്കുന്നു, മെയിൻ ലൈറ്റ്സും, പിന്നെ അതുപോലെ തന്നെ മിറർ ലാമ്പിൻ്റെ, അതായത് മിററിൻ്റെ ബാക്കിൽ വരുന്ന ലൈറ്റും കൂടിയാണ്. ഇനി അതല്ല, മിറർ വരുന്നത് ടച്ചസ് ടൈപ്പ് മിറർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണക്ഷൻ, അതായത് ടച്ച് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് നേരെ അതിലേക്ക് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ടച്ച് ഫ്രണ്ടിൽ നിന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ മിററിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് വെട്ടം കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്ന ഒരു കോർണറിലേക്ക് ചെയ്തിരിക്കുന്നു. ഒരു ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ 3 ഡ്രോകളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ടാപ്പ് കാര്യങ്ങൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലത്തുള്ള ടാപ്പാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കബോർഡിൻ്റെ അകത്ത് വേസ്റ്റ് ലൈൻ പോകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ടാപ്പിലേക്ക് വരുന്ന വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ പൈപ്പ് കാര്യങ്ങൾ കൊടുക്കുന്ന ആംഗിൾ കോക്കിൻ്റെ ഏരിയയും രണ്ടും ഈ കബോർഡിൻ്റെ അകത്താണ് വന്ന് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പുറത്തുനിന്ന് കാണുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്ട്രക്ചർ വർക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതൊരു സിമ്പിൾ ഡിസൈൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.